കേരളത്തിന്റെ മതനിരപേക്ഷതയിലേക്ക് വിഷയം കലർത്താനാണ് സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരാണ് വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്? അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അനുകൂല സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്, വ്യക്തിപരമൊന്നുമല്ല. ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് VD സതീശൻ മനസ്സിലാക്കി. VD സതീശന്റെ ശരീരഭാഷ ഉൾപ്പെടെ എല്ലാം രൂപപ്പെടുത്തുന്നത് അനുകൂലമാണ്. അത് പ്രതിപക്ഷത്തിനത് പറ്റൂല. കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ നിലപാടിനെതിരായിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ ഇന്ന് കേരള ഗവൺമെന്റ് തീരുമാനിച്ച പശ്ചാത്തലത്തിൽ, മന്ത്രിസഭ അതിന്റെ ഭാഗമായിട്ട് തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആ കാര്യം സഭയിൽ പറയാൻ പോകുമ്പോൾ ഇന്നും അവർ ബഹിഷ്കരിച്ചു പോകും. അവർക്ക് കേന്ദ്രത്തിനെതിരായിട്ട് മുണ്ടാൻ ധൈര്യമില്ല. അതാണ് കാര്യം. ഈ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ ധൈര്യമില്ലാതെ ഇതുപോലെ ഒരു പ്രതിപക്ഷം, കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷം, കേരളത്തിന്റെ വികസനത്തെ പറ്റി മുണ്ടാൻ ഞങ്ങൾ ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം, ലോകത്തുള്ള ഒരു പ്രതിപക്ഷം ക്രിയാത്മകമായ ജനാധിപത്യപരമായ രീതിയിലേ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാ പ്രതിപക്ഷം ലോകത്ത് എവിടെയായാലും പ്രതിപക്ഷം തന്നെ ചെയ്യുക. ഇവിടെ ഒരു വികസന പ്രവർത്തനത്തെയും പറ്റി മുണ്ടിക്കൂടാ, ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കണം അവർ. അതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന് ഞാൻ രാവിലെ വരുമ്പോൾ വാർത്ത കേട്ടു. ആദ്യം അവർ പറഞ്ഞത് ഞങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ്. ഇന്നിപ്പോൾ വരുന്ന വാർത്ത ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല എന്നാണ്. അല്ല, ഞങ്ങൾക്കായിരുന്നു പ്രശ്നമുണ്ടായില്ല. ആര് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടായില്ല. അൻവറിന്റെ കാര്യം ഞങ്ങളതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അൻവർ UDFന്റെ ഭാഗമായിട്ട് പോയില്ലേ? ആയിക്കോട്ടെ, നല്ല പോലെ തോന്നും, മത്സരിക്കുമ്പോഴേ തോന്നും പോരെ. അല്ല, അതിൽ അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ. അന്വേഷിക്കട്ടെ. ഫോട്ടോ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ഒരാളെ കാണാൻ ബെല്ലാരിയിലെ ഈ സ്വർണം വാങ്ങിക്കൂട്ടിയ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ഈ എല്ലാ കൊള്ളക്കും കൂട്ടുനിന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണ പോറ്റിയും രണ്ടാളും ചേർന്ന് അന്നത്തെ ഇപ്പോഴത്തെ രണ്ടാളും ഇപ്പോൾ MP-മാരാണ്. 2 MP-മാർ, കോൺഗ്രസ് നേതാക്കന്മാർ, UDFന്റെ ചെയർമാൻ ഉൾപ്പെടെ അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളും ചേർന്ന് ഒന്നിൽ കൂടുതലോ പ്രാവശ്യം എന്തിന് കണ്ടു എന്നുള്ളത് മറുപടി പറയണ്ടേ? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇനി ഇല്ല. അതാ കാര്യം. മറുപടി ഇല്ല എങ്കിൽ മറുപടി ഇല്ല പറയണം. അപ്പോൾ വേറെ എന്തുകൊണ്ടെന്നല്ലേ മനസ്സിലാവണം, അന്വേഷിക്കണം. അതിനെന്തിനാ ഇങ്ങനെ വല്ലാതെ വിഷമാകുന്നത്? പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന UDF ജാഥ കേരളത്തെ വീണ്ടെടുക്കാനാണെന്ന് പറയുമ്പോൾ പഴയ അവികസിത കാലത്തേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് MV ഗോവിന്ദൻ ചോദിച്ചു. മട്ടന്നൂർ നഗരത്തിലെത്തിയ ജാഥയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, വളരണമേ നാട്, തുടരണമേ ഭരണം, വികസന തുടർച്ചയ്ക്ക് AKG Memorial Cooperative Hospital, Kannur.